ആദ്യം മൂവാറ്റുപുഴയിലെ ആൾക്കൂട്ടമർദ്ദനത്തിലേക്ക് ആണ് പോകുന്നത്. അരുണാചൽ സ്വദേശി അശോക് ദാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുകയാണ് പോലീസ്. രണ്ടുപേർ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. അതേസമയം കേസിലെ പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ നാളെ കോടതിയെ സമീപിക്കാനാണ് നീക്കം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി പോൾ ആണ് ചേരുന്നത്. ഡാനി, നിലവിലെ പ്രതികൾ അല്ല ഈ സംഭവത്തിലുള്ളത്. കൂടുതൽ പ്രതികൾ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന നിരീക്ഷണത്തിലേക്ക്, നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അഭിലാഷ, നിലവിലെ പ്രതികൾ 10 പേരാണ്. 10 പേരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരിൽ നിന്ന് അവർ മൊബൈൽ ഫോണുകൾ പരിശോധനയ്ക്കായി എടുത്തിരുന്നു. അതിൽ ദൃശ്യങ്ങൾ ശേഖരിക്കുന്നു. പലരും ഈ ആൾക്കൂട്ട മർദ്ദനത്തിൻ്റെതടക്കമുള്ള ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. ചിലത് അവർ നശിപ്പിച്ചിട്ടുമുണ്ട്. അതിൽ ചിലത് പോലീസ് വീണ്ടെടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മറ്റു ചിലർ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പോലീസ് ആ ഒരു നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. 2 പേർ ഇതിനകം തന്നെ പോലീസിൻ്റെ നിരീക്ഷണത്തിലായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ചിലരുടെ ഫോൺ കോളുകൾ കൂടി അതിൻ്റെ രേഖകൾ കൂടി പോലീസ് എടുത്തിട്ടുണ്ട്. ആ സംഭവവുമായി ബന്ധപ്പെട്ട ഉണ്ടായിരുന്ന ചില സംഭാഷണങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ കൂടി പോലീസ് ശേഖരിച്ചിട്ടുള്ളത്. നിരീക്ഷണത്തിലുള്ള വിശദാംശങ്ങൾ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. കാരണം നാളെ ഈ അറസ്റ്റിലായ പ്രതികൾ ഇപ്പോൾ നിലവിൽ റിമാൻഡിലാണ്, ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. അവരെ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. ആ കസ്റ്റഡി അപേക്ഷ പ്രകാരം പോലീസിൻ്റെ പക്കലേക്ക് എത്തുമ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ വേണം. കാരണം ഈ കാര്യത്തിൽ കുറെ കൂടി വിശദീകരണത്തിലേക്ക് കുറെ കൂടി വിശദാംശങ്ങൾ പോലീസിന് ശേഖരിക്കാനുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യത്തിൽ ചില അവ്യക്തതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആൾക്കൂട്ട ആക്രമണം എന്ന് തന്നെയെന്ന പോലീസ് സമ്മതിക്കുമ്പോൾ പോലും ചില കാര്യങ്ങളിൽ കൂടി വ്യക്തത വരാനുണ്ട്. കാരണം ഈ പെൺകുട്ടിയെ കാണാൻ അവർ വീട്ടിലെത്തി അവിടെ നിന്ന് കൈക്ക് മുറിവേറ്റ് തിരിച്ച് റോഡിലേക്ക് വരികയായിരുന്നു. ഇതിനിടയിൽ അവിടെ മർദ്ദനമുണ്ടായിട്ടുണ്ടോ, നേരത്തെ മർദ്ദനമേറ്റിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. നേരത്തെ പോലീസ് മജിസ്ട്രേറ്റിന് മുൻപാകെ ഈ പെൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 പെൺകുട്ടികളുടെ, ഈ പെൺകുട്ടി ഇയാളുടെ സുഹൃത്തിൻ്റെയും അവർക്കൊപ്പം താമസിച്ചിരുന്ന മറ്റൊരു പെൺകുട്ടിയുടെയും മൊഴി കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വിശദാംശങ്ങളെല്ലാം കൊണ്ടായിരിക്കും കസ്റ്റഡി അപേക്ഷയ്ക്ക് ശേഷം ഇവരെ പ്രതികളെ വാങ്ങിയതിനു ശേഷം ഈ മൊഴികളെല്ലാം തന്നെ പരിശോധിച്ച വീണ്ടും കൂടുതൽ പ്രതികളെ ഇപ്പോൾ സംശയിക്കുന്നവരുടെ പങ്ക് എത്രയെന്ന് പോലീസിന് തന്നെ ബോധ്യപ്പെടുക. ഇതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് അടക്കം കടക്കുക. എന്തായാലും ഈ കാര്യത്തിലുള്ള ഏതെങ്കിലും രീതിയിലൊരു സംശയങ്ങളുണ്ടെങ്കിൽ അത് ദൂരീകരിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പലരുടെ ബന്ധുക്കളും തന്നെയും ചില അവകാശവാദങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. കാരണം തങ്ങളുടെ വീട്ടുകാർക്ക് ഈ കാര്യത്തിൽ പങ്കില്ല. ഒരു കുടുംബത്തിലെ 3 പേരടക്കം പ്രതിയാവുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. ഇവർ ഈ കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കാനാണ് ചെന്നതെന്നാണ് പറയുന്നത്. ഒരു മുൻ കൗൺസിലർ വാർഡ് മെമ്പർ പ്രതിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാൻ ചെന്ന പലരും തന്നെ ഈ കേസിൽ പ്രതിയാവുന്നൊരവസ്ഥയാണ് ഉണ്ടായതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് ഇതിലുള്ളൊരു വിശദാംശങ്ങളിലേക്ക് പോലീസ് പോകണമെന്ന വലിയൊരു ആവശ്യം ഉയരുന്നുണ്ട്. പെൺകുട്ടികളെ ഇവർ ഉണ്ടായിരുന്ന ഇടങ്ങളെല്ലാം വീണ്ടും പരിശോധന നടത്തണമെന്ന ആവശ്യത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസ് കൂടുതൽ വ്യക്തത നേടുകയാണ്. കൂടുതൽ പ്രതികളുണ്ടായെന്ന സംശയത്തിൽ തന്നെയാണ് പോലീസ് നിൽക്കുന്നത്. അഭിലാഷ്, അതായത് ഡാനി, ഈ വിഷയത്തിൽ ഈ പെൺകുട്ടിയെ, യുവതിയെ കണ്ടതിന് ശേഷം മടങ്ങിയെത്തുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ, അശോക് രാജിന്റെ കയ്യിൽ മുറിപ്പാടുണ്ടായിരുന്നു. അത് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ എത്തിയപ്പോൾ ചില തർക്കങ്ങൾ ഉണ്ടായി. അവിടെ വെച്ച് അലമാരയിലെ ഗ്ലാസിൽ ഇടിച്ചു. അങ്ങനെ ആ ഇടിച്ചതിന്റെ ഭാഗമായി ഉണ്ടായ മുറിവ് എന്നാണല്ലോ പെൺകുട്ടി അടക്കം പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. പക്ഷേ അത് പൂർണ്ണമായും വിശ്വസിക്കേണ്ടതില്ല. മറിച്ച് ഈ പെൺകുട്ടിയുടെ വീട്ടിലെത്തുമ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു, അവിടെ മറ്റ് പുരുഷന്മാർ അടക്കമുള്ളവർ ഉണ്ടായിരുന്നോ, അവർ ഏതെങ്കിലും തരത്തിൽ മർദ്ദിച്ചിട്ടുണ്ടോ? കാരണം ഈ മരണകാരണം എന്നത് മർദ്ദനമാണ്. ആ മർദ്ദനമാകട്ടെ അതിശക്തമായ മർദ്ദനം എന്നൊരു നിരീക്ഷണത്തിലേക്ക് പോലീസ് എത്തുന്നുമുണ്ട്. അത്തരം സംശയങ്ങൾ ഇപ്പോൾ പ്രതികളായിട്ടുള്ളവരുടെ കുടുംബവും പോലീസും ഉന്നയിക്കുകയാണോ? ഏതാണ്ട് ആ രീതിയിൽ തന്നെയാണ് അഭിലാഷ്. കാരണം ഈ നാട്ടുകാർ പറയുന്നത് ഇയാൾ ഇവിടേക്ക് എത്തുമ്പോൾ ഇയാളുടെ കയ്യിൽ മുറിപാടുണ്ടായിരുന്നു, ഇയാൾക്ക് മർദ്ദനമേറ്റിരുന്നു. ഇയാൾ പറയുന്ന കാര്യത്തിൽ പലതിനും വ്യക്തതയില്ലായിരുന്നു. തങ്ങളുടെ പ്രദേശത്ത് ഒരാൾ ഇതുപോലെ ചോര ഒലിപ്പിച്ചുകൊണ്ട് വരുന്നു, അയാൾ പറയുന്നതിൽ വ്യക്തതയില്ല. മാത്രവുമല്ല, അയാൾ വരുന്നത് പറഞ്ഞ സ്ഥലം 2 പെൺകുട്ടികൾ മാത്രം അവിടെ താമസിച്ചിരുന്നിടത്തുനിന്നാണ് അയാൾ വരുന്നത്. ആ പെൺകുട്ടികളടക്കം അവിടെ
ഇയാൾ അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ പോലീസ് വന്നിട്ടൊരു സ്ഥിരീകരണമാകാം എന്നതുകൊണ്ടാണ് ഇയാൾ ഓടിപ്പോകാതിരിക്കാൻ തങ്ങളവിടെ തുണി കൊണ്ട് കൈ കെട്ടിയിട്ടു എന്നതാണ് ചെയ്യുന്നത്. അത് ഇയാൾക്ക് മറ്റാരെയും അവിടെ വെച്ച് മർദ്ദനമേറ്റില്ല എന്നെല്ലാം തന്നെ ഒരു കൂട്ടർ വാദിക്കുന്നുണ്ട്. പോലീസ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്താൻ വൈകി എന്നൊരു ആക്ഷേപവും പറയുന്നുണ്ട്. ഒപ്പം ഇയാളുടെ കയ്യിൽ നിന്ന് ഈ ചില്ലലമാര പൊട്ടിച്ചു എന്ന കാര്യത്തിൽ പെൺകുട്ടികളുടെ ഭാഗത്തു നിന്ന് ആ ഒരു മൊഴിയുണ്ട്. പോലീസ് അതിൽ കൂടുതൽ പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും അങ്ങനെ കൈ സാരമായി തന്നെ മുറിഞ്ഞിരുന്നു. അതിൽ നിന്ന് ചോര വാർന്നു പോവുകയായിരുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് ആക്കണമെന്നെല്ലാം തന്നെ പോലീസിനോട് പറഞ്ഞിരുന്നു എന്ന് നാട്ടുകാർ തന്നെ പറയുന്നു. പോലീസ് എത്തിയ ശേഷമാണ് ഇവിടേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യത്തിൽ പെൺകുട്ടികളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിനിടയിൽ മർദ്ദനമേറ്റിരുന്നോ, റോഡിലേക്ക് എവിടേക്ക് എത്തുമ്പോൾ അതിനു മുൻപായിട്ട് മറ്റ് ഏതെങ്കിലും രീതിയിൽ മർദ്ദനമേറ്റിരുന്നോ, പെൺകുട്ടികളുടെ ആ വീട്ടിൽ വെച്ച് തന്നെ ഏതെങ്കിലും കാര്യമായി ഈ തലയ്ക്ക് ക്ഷതമേറ്റതായെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു കൃത്യത വേണം പോലീസിന്. അത് ഒന്നുകൂടി ഉറപ്പിക്കാൻ കുറച്ചുകൂടി തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുമ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകും. ഒപ്പം ഈ മൊബൈൽ ഫോണിലെ ദൃശ്യങ്ങളും വളരെ നിർണായകമാകും. കാരണം അതിൽ മർദ്ദിക്കുന്നത് അടക്കമുള്ള ദൃശ്യങ്ങളുണ്ട് എന്നുള്ള സൂചനകളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ പൂർണ്ണത വരുത്തേണ്ടതുണ്ട്. ഈ മർദ്ദനം തലക്കേറ്റ ക്ഷതവും ശ്വാസകോശത്തിനേറ്റ ക്ഷതവുമെല്ലാം അത് ഏത് സമയത്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം വിശദമായിട്ട് വരും. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി വ്യക്തമാക്കിയതിനു ശേഷമായിരിക്കും പോലീസ് മറ്റ് നടപടികളിലേക്ക് കടക്കുന്നത്. അതായത് ഈ എപ്പോഴാണ് ഈ യുവതിയുടെ വീട്ടിൽ എത്തിയത്, ആ സമയത്ത് മർദ്ദനം ഏറ്റിരുന്നോ, അതിനുശേഷം വീണ്ടും ഈ ആൾക്കൂട്ട മർദ്ദനത്തിന് ഇരയായതാണോ മരണകാരണം എന്നതിലൊക്കെയാണല്ലോ വ്യക്തത വരേണ്ടത്. അപ്പോൾ കൂടുതൽ ശാസ്ത്രീയമായ തെളിവുകളെ അവലംബിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ പോലീസിനുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഡാനി? തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളവരുടെ പല ബന്ധുക്കളും തന്നെ ഈ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. തങ്ങൾ ഇവരെ മർദ്ദിച്ചിട്ടില്ല, തങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും തന്നെ ഇവരെ മർദ്ദിച്ചിട്ടില്ല, തങ്ങൾ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പോയതാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇയാൾ ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സമയം ഇവിടേക്ക് വന്ന സമയം അതിന് ഈ പരിക്കുകളുടെ സ്വഭാവം, അത് എവിടെ വെച്ച് സംഭവിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ വ്യക്തത വരുത്തേണ്ടതുണ്ട്.